പറയാ വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. താങ്കൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ താങ്കളെ എതിർക്കുന്നവർ എപ്പോഴറിഞ്ഞായത്തറിയോ, എന്നാ കോണി വെച്ചൊന്ന് ആകാശത്തേക്ക് കയറ്, നിങ്ങൾ അള്ളാന്റെ നബിയാണെങ്കിൽ ഇങ്ങനെ നബിയിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുത്തി. അപ്പോൾ കൂട്ടത്തിലെ സഹാബികളൊക്കെ ഇങ്ങനെ പറയാ ഇവരെ അള്ളാഹ് ഒന്ന് ശിക്ഷിച്ചെങ്കിൽ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അല്ലാഹു തആല മുത്തുനബിയോട് പറയാ താങ്കൾ ഉണ്ടായിരിക്കെ ഇവരെ ഒന്നിച്ച് ശിക്ഷിക്കുന്ന ഒരു ശിക്ഷയും ഇവരുടെ മേൽ ഇറക്കുകയില്ല. രണ്ടോ വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കെ അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. അപ്പം എന്താ നമുക്കുള്ള ഓഫർ? ഇനി മുത്തുനബി നമ്മളെ കൂടെ ഉണ്ടോ? ഇല്ല. പിന്നെ നമുക്കുള്ള ഓഫർ എന്താ? ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക, പടച്ചോനെ പുറത്തുകൊണ്ട. ഇത് പറയാൻ ഒരു ക്യാഷിൻ്റെ മുടക്കില്ല, ഒരു നയാ പൈസയുടെ മുടക്കില്ല. അപ്പം ഈ ഖുത്ബയിൽ കേട്ട വിഷയങ്ങളിൽ സുപ്രധാനമായി നമ്മുടെ മനസ്സുകളിൽ ഇതുണ്ടാകണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. ഞാൻ ഈ ഖുത്ബ ആരംഭിച്ചപ്പോൾ തന്നെ പടച്ചവനെ പുറത്തുകൊണ്ട് അല്ലാ ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളഞ്ഞ് അനുഗ്രഹിക്കണം അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ തെറ്റ് സംഭവിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഖുത്ബക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ലാ തഖൂമു സ്സാഅ, ലോകം അവസാനിക്കുകയില്ല, ഹത്താ യുഖ്ബലൽ ഇൽമ്, ഇൽമ് ഉയർത്തപ്പെടാതെ. ഇൽമിനെ പിടികൂടുക. പണ്ഡിതന്മാർ നന്നായിട്ട് ഇൽമ നേടിയ ആളുകളെ പെട്ടെന്ന് മരണം പിടികൂടിയിട്ടല്ലാതെ ലോകം അവസാനിക്കുകയില്ല. ഭൂകമ്പങ്ങൾ അധികരിക്കാതെ ലോകം അവസാനിക്കുകയില്ല. കാലം അടുത്തു വരാതെ ലോകം അവസാനിക്കില്ല. സമയം ഉണ്ടാവില്ല ഒന്നിനും. നിന്റെ ജമാഅത്തിന് എവിടെ സമയം എന്ന ആളുകൾ പറയാ. മുമ്പുള്ള ആളുകൾക്ക് 24 മണിക്കൂർ തന്നെ, അന്നും മണിക്കൂറിൽ 60 മിനിറ്റ് തന്നെ, അന്നും മിനിറ്റിൽ ഇത്ര സെക്കൻഡ് തന്നെ. പക്ഷേ അവർക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. ഖുർആൻ ഓതാൻ സമയം ഉണ്ടായിരുന്നു, ഖുർആൻ വായിക്കാൻ സമയം ഉണ്ടായിരുന്നു. അന്ന് മൊബൈലിൽ ഓതാനുള്ള സംവിധാനം ഇല്ലാഞ്ഞിട്ടും അവർക്ക് ഇഷ്ടം പോലെ ഓതാൻ സമയം ഉണ്ടായിരുന്നു. ഇത്രയും ടെക്നോളജി ഇല്ലാഞ്ഞിട്ടും അവർക്ക് പള്ളിയിൽ നേരത്തെ എത്താൻ പറ്റിയിരുന്നു. ഇന്ന് എല്ലാ സംവിധാനവും ഉണ്ട്, പെട്ടെന്ന് വരാൻ പറ്റിയ ബൈക്കുണ്ട്, കാറുണ്ട്. എന്നാലും ആളുകൾ പള്ളിയിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കാരണം? സമയമില്ല. എവിടെ സമയം എന്നാണ് ആളുകൾ ചോദിക്കുക. എവിടെ സമയം? അതാ പറയുന്നത് കാലം ഇങ്ങനെ അടുത്തു വരും, ബറക്കാത്തുകൾ നഷ്ടപ്പെടുമെന്നാണ് അർത്ഥം. നല്ല കുഴപ്പങ്ങൾ വർദ്ധിക്കും, കൊലപാതകങ്ങൾ വർദ്ധിക്കും. പോരാ, എല്ലാവരുടെയും കയ്യിലൂടെ പണം എങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ദാരിദ്ര്യമൊക്കെ പോയി എന്ന് വിചാരിക്കുന്ന ഒരു സമയം വരും, എല്ലാവരുടെ കയ്യിലും പൈസ ആയിരിക്കും. അങ്ങനെ ഒരു സമയം വരാതെ അല്ലാഹ് ലോകത്തെ നശിപ്പിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലേ, LKG കുട്ടിയുടെ കയ്യിൽ 500ന്റെ നോട്ടാണ്ടാവുക ബാഗിൽ. എന്താ കാരണം? അവിടെ വെച്ചതാ, രസത്തിന് വെച്ചു കൊടുത്തതാ രക്ഷിതാക്കള്. എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ പണം ഒഴുകുന്ന, എല്ലാവരും വലിയ വീടുകൾക്ക് വേണ്ടി മത്സരിക്കുന്ന, കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കാലം സമയമില്ലെന്ന് പറഞ്ഞ് സർവ്വ ബറക്കാത്തുകളും നഷ്ടപ്പെട്ട് ഖുർആൻ ഓതാനും നിസ്കരിക്കാനും ഒന്നിനും സമയമില്ല. ഞാൻ എൻ്റെ കച്ചവടത്തില, ഞാൻ എൻ്റെ ക്രയവിക്രയത്തില, ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയുള്ള ഓട്ടത്തില, ഞാൻ അവിടേക്കാണ് ഇവിടേക്കാണ്. നമസ്കാരത്തിന് സമയമില്ലാതെ, പള്ളിയുമായി ബന്ധപ്പെടാൻ സമയമില്ലാതെ, ഖുർആൻ ഓതാൻ സമയമില്ലാതെ, ദീന് പഠിക്കാൻ സമയമില്ലാതെ, ആഴ്ചയിൽ 1 മണിക്കൂർ കരുന്നച്ചിക്കാരെ QHLS-ലേക്ക് വിളിക്കുമ്പോ എവിടെ സമയം? സമയമുണ്ട്. ഇതുപോലെ ഒരു മണ്ണിലോ ഒരു ചെളിയിലോ അല്ല, സാധാരണ മരണം വരിച്ച് പള്ളിപ്പടിയുടെ കബറിലേക്ക് കൊണ്ടുപോകാൻ ഒരു ബെഞ്ചിൽ മലർത്തിക്കിടത്തുന്ന സമയമില്ലേ? ആ സമയം നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടാകും. അതുവരെ ആർക്കും സമയമില്ലെന്നാണ് എല്ലാവരും പറയുക. അങ്ങനെ ഒരു കാലം നമ്മുടെ മുമ്പിലേക്ക് വരുമെന്നതാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒരു കവി പറഞ്ഞു, ലൗലാ ശുയൂഹുൻ ലില്ലാഹി റുക്ക. വൃദ്ധന്മാരൊക്കെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന് ആരാധന നടത്തുന്ന വൃദ്ധന്മാരെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ, അനാഥ മക്കൾക്ക് മുല കൊടുക്കുന്ന ഒരു സംവിധാനം, ഉമ്മ മരിച്ചുപോയ കുട്ടികളെ തന്റെ സ്തനത്തിലേക്ക്, തന്റെ മാറിടത്തിലേക്ക് ചേർത്തു പിടിച്ച് മുലയൂട്ടുന്ന സ്ത്രീകളും അനാഥ മക്കളും ഇല്ലായിരുന്നുവെങ്കിൽ,
ഒന്നും അറിയാത്ത നാക്കാലികൾ മേച്ചിൽ പുറങ്ങളിലൂടെ ഇങ്ങനെ പുല്ല് മേഞ്ഞ് നടക്കുന്നില്ലായിരുന്നുവെങ്കിൽ ലസുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജ, എത്രയോ വേഗത്തിൽ അള്ളാഹു നിങ്ങളുടെ മേൽ ശിക്ഷ ചൊരിയുമായിരുന്നു. ഞാൻ നിങ്ങളുടെ ചെയ്തികൾ കണ്ട് ശിക്ഷ നിങ്ങളുടെ മേൽ വേഗതയിലാക്കാൻ ഒരുപാട് അവസരങ്ങൾ മനുഷ്യർ തരുന്നുണ്ട്. പക്ഷെ തരാത്തത് എന്തെന്നറിയുമോ? അനാഥ മക്കളെ മുലയൂട്ടുന്ന ഒരു സംവിധാനം ഇവിടെ എത്രയോ സ്ത്രീകൾ നെഞ്ചിടത്തിലേക്ക് ചേർത്ത് പിടിച്ച് ഉമ്മ മരിച്ചുപോയ മക്കളെ മുലയൂട്ടുന്നുണ്ട്. ഒന്നും അറിയാത്ത നാക്കാലികൾ പുൽമേടകളിലൂടെ മേഞ്ഞു നടക്കുന്നുണ്ട്. വൃദ്ധരായ എത്രയോ മനുഷ്യർ അള്ളാഹുവിന്റെ മുമ്പിൽ റുക്കുഉം സുജൂദും ഇബാദത്തുകളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്നുള്ള ശിക്ഷയെ ഞാൻ വൈകിപ്പിക്കുകയാണ് എന്ന് അല്ലാഹു തആല ആ നിലക്കാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കവികൾ ചില സംഭവങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. എല്ലാവരും കൂടി പോവാനോ? സഹായിക്കാനല്ല. എല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ് ദുരന്തം നടന്ന സ്ഥലത്തേക്ക്. എന്നിട്ട് അവിടെ ഞാനാ ഫസ്റ്റ് എത്തിയെന്ന് പറയാനാ, ഞാൻ ഇന്ന സ്ഥലം വരെ പോയി എന്ന് ഫേസ്ബുക്കിൽ ഇടാനാണോ? വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാനാണോ? അവിടെ പോയി സെൽഫി എടുത്തിടാനാണോ? ഇല്ല. വിശ്വാസികളെ, നമ്മൾ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏർപ്പാടിന് പോകരുത്. ഇവിടുന്ന് ഔദ്യോഗികമായ അറിയിപ്പ് വന്നു, ഇനി ആരും ഇങ്ങോട്ട് നോക്കി നിൽക്കാൻ വരരുത്, കാഴ്ചക്കാരായി ആരും വരരുത്. എന്നാലും അനുസരിക്കുന്നില്ല. അതാണ് പടച്ചവനോടുള്ള ധിക്കാരം, അല്ലേ? എന്നാലും ഞങ്ങൾ പോവുക. ഇതിലെ പോവരുതെന്ന് അതിലെ പോവും, ഇതിലെ വരരുതെന്ന് അപ്പുറത്ത് കൂടി വരും. അനുസരിക്കാൻ പഠിക്കണം നമ്മൾ. അള്ളാഹുവിന്റെ ശിക്ഷ വീണ്ടും നമ്മുടെ മേൽ ചൊരിയാതിരിക്കാൻ അവിടുത്തെ ഔദ്യോഗികമായ ആളുകൾ പറയുന്നു, ഇപ്പോൾ ആരും കാഴ്ചക്കാരായി വരരുത് എന്ന് പറഞ്ഞാൽ അനുസരിക്കണം. ഇന്ന് ഒരു ക്യാമ്പിൽ നിന്ന് ഒരു സഹോദരി അവിടുത്തെ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞു, എന്താണ് മനുഷ്യരെ നിങ്ങൾ തമാശയാക്കുകയാണോ? ഞങ്ങളൊക്കെ ഉടയവരും ഉറ്റവരും നഷ്ടപ്പെട്ട് ഈ ക്യാമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത ഡ്രസ്സ്, കീറിയ ഡ്രസ്സ്, ഒന്ന് അലക്കുക പോലും ചെയ്യാത്ത ഡ്രസ്സ് കൊട്ടക്കണക്കിന് കൊടുത്തയച്ചിരിക്കുകയാണ്. പൊട്ടിയ ചെരുപ്പുകൾ ധാരാളം ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ആ ക്യാമ്പിൽ ഒരു സ്ത്രീ ഇതിന്റെ വീഡിയോ അങ്ങനെ കൂട്ടിയിട്ടിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോഴും തമാശയാക്കുകയാണോ ഞങ്ങളെ? ആണോ? ഇതെന്താ ഈ മനുഷ്യർക്ക് ബോധല്ലേ? നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത കീറിയ ഡ്രസ്സ്, ചെളിയായ ഡ്രസ്സ് കൊടുത്തയച്ചിരിക്കുക. വീട്ടിലത്തെ വേസ്റ്റ് കൊടുത്തയക്കാനുള്ള സ്ഥലമാണോ ദുരന്തം നടക്കുന്ന സ്ഥലം? ഇതൊക്കെ ചിന്തിക്കണം, ആലോചിക്കണം. ചില ആളുകൾക്കെല്ലാം തമാശയാണ്. ആ തമാശകൾ അവസാനിപ്പിക്കാനുള്ള സമയമായി എന്ന ബോധം നമുക്കുണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രാവിലെ ആ സ്ത്രീ വളരെ വേദനയോടുകൂടി പറയും, ഒരാളല്ല, ഒരു കൂട്ടം സ്ത്രീകൾ, അതിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ റൂമിൽ കൂട്ടിയിട്ട് ഇതിൽ ഒന്നുപോലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതില്ല, നിങ്ങളെന്താ ഞങ്ങളെ തമാശയാക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവർ പറയുന്ന ഒരു ബോർഡ് വെച്ചിരിക്കടെ, ആരും പഴയ ഡ്രസ്സ് കൊടുത്തയക്കരുത്, പുതിയത് മാത്രം, നിങ്ങൾ തന്നിട്ടില്ലെങ്കിലും വേണ്ട എന്നൊക്കെ അവർ പറയേണ്ട. വേദനിച്ച് ഉറ്റവരും ഉടയവരും പോയവർ അത് പറയേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് തമാശയാക്കുകയാണോ മനുഷ്യർ? അതുകൊണ്ട് ചിന്തിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് എന്നെയും നിങ്ങളെയും ആലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വേദനിക്കുന്നവരോടൊപ്പം നിൽക്കാൻ, വേദനിക്കുന്നവർക്ക് സഹായ ഹസ്തം നീട്ടാൻ കഴിയുന്നവരായി നമ്മൾ മാറണം. ഇന്നത്തെ ഈ പള്ളിയിലെ കലക്ഷൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നല്ല ഒരു കലക്ഷൻ നമുക്ക്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തർ കൊണ്ട് കൊടുക്കുകയല്ല, നമ്മളെല്ലാവരും ഇന്ന് കേരളത്തിലെ എല്ലാ പള്ളിയിലും കലക്ഷൻ എടുക്കുക. അത് മൊത്തം ഒരു സംഖ്യയാക്കി എടുത്ത് വളരെ വിശ്വാസയോഗ്യമായ നിലയിൽ ഇപ്പം കൊടുക്കാനല്ല, ഇന്ന് കൊടുക്കാനല്ല, ഒന്ന് ഒതുക്കിയിട്ട് എന്താണ് അവിടെ ചെയ്യേണ്ടത്? അതിലെത്രയോ കുടുംബങ്ങൾക്ക് വീടില്ല. ചില ആളുകൾക്ക്, പ്രിയപ്പെട്ടവരെ, സഹായം വീടല്ല വേണ്ടത്, ഇനി ജീവിക്കാനുള്ള ചില മാർഗങ്ങളാണ്. റിക്ഷ പോയവർക്ക് റിക്ഷയാണ്, ഒരു ടാക്സി പോയവർക്ക് ആ വാഹനമാണ് വേണ്ടത്, അവർക്കൊരു ഉപജീവന മാർഗമാണ്. എന്താണ് വേണ്ടത് എന്ന് നോക്കി വേണ്ടതുപോലെ നിർവഹിച്ച് ഒരു കൂട്ടമായി നമ്മളെല്ലാവരും സ്വരൂപിക്കുന്ന ഒരു പണം ഇത്രയാണ് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞ്, പ്രിയപ്പെട്ടവരെ, ആ പണം യോഗ്യരായ മനുഷ്യരുടെ കരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ എല്ലാ പള്ളികളിലും അതിനു വേണ്ടിയുള്ള പണം സ്വരൂപിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിട്ടും പോക്കറ്റ് തപ്പി അതിലേറ്റവും ചെറിയ നോട്ട് ഏതായാലും കൊടുക്കാമെന്ന് വിചാരിച്ച് തൃപ്തിയില്ലാതെ ഒരു നോട്ടും നമ്മളാരും ആ ബക്കറ്റിലേക്ക് ഇടരുത്.
കൊടുക്കരുത്. അല്ല, അത് വാങ്ങാൻ നിൽക്കുന്നവരുടെ കൈകളിലേക്ക് കൊടുക്കരുത്. ഇതുപോലെ ഒരു ഗതി എനിക്ക് നാളെ വരാതിരിക്കട്ടെ, എനിക്ക് വേണ്ടി മറ്റുള്ളവരോട് ചോദിക്കേണ്ട ഒരവസ്ഥ നാളെ വരാതിരിക്കട്ടെ എന്ന നീയത്തോടു കൂടി തന്നെ നല്ല ബലപ്പെട്ട ഒരു സംഖ്യ, എൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒന്ന് പോയിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരു സംഖ്യ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഇന്ന് കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ ഇങ്ങനെ പറഞ്ഞു, ഈ ഫസാദ് കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താ? കുഴപ്പമുണ്ടാകുമ്പോഴാണ് അള്ളാഹ് പരീക്ഷണങ്ങൾ ഇറക്കുക. എന്താ ഈ കുഴപ്പം എന്ന് പറഞ്ഞാൽ, എന്താ ഈ ഫസാദ് എന്ന് പറഞ്ഞാൽ, മൻ അസല്ലാഹ ഫിൽ അർള്, ആരെങ്കിലും അള്ളാഹുവിനെ ഭൂമിയിൽ വെച്ച് ധിക്കരിച്ചാൽ, ഫഖദ് അഫ്സദ ഫിൽ അർള്, അവൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയ ആളാ. നമ്മൾ വിചാരിക്കും ഞാനിപ്പോൾ എന്താ ആരും കൊന്നിട്ടൊന്നുമില്ലല്ലോ, ആരും തല്ലാൻ പോയിട്ടില്ല, ഒരാളുടെ മുതലും കട്ടിട്ടില്ല, ഞാനിപ്പോൾ എന്താ ഫിത്ന ഉണ്ടാക്കിയത്, ഞാനിപ്പോൾ എന്താ ഫസാദ് ഉണ്ടാക്കിയത്? എന്താ ഫസാദ് എന്ന് പറഞ്ഞാൽ, മൻ അസല്ലാ, ആര് അള്ളാഹുവിനെ ധിക്കരിച്ചോ, ഫിൽ അർളി, ഭൂമിയിൽ അള്ളാഹ് പറഞ്ഞത് കേൾക്കാതെ ഒരു ടീം ഇങ്ങനെ ജീവിക്കുക. ഇപ്പം എത്ര ഞാൻ ചോദിക്കുകയാണ്, കരുന്നച്ചിയിലും പള്ളിപ്പടിയിലും നമ്മളീ പരിസരത്ത് ഇപ്പം ഈ ജുമായ്ക്ക് വരുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ സുബൈക്ക്, ഇല്ലേ? അതിനൊരു കുഴപ്പം മനസ്സിലാകാനാണ് ഞാൻ പറയണത്. ഇത്രയും ആളുകൾ ഇപ്പോൾ ഇടക്കരുന്നോ അല്ലെങ്കിൽ നരേക്കാവുന്ന പാലയമാടുന്നൊക്കെ വന്ന അല്ലാത്ത ആളുകൾ ഈ നാട്ടിലുള്ളവരല്ലേ? എന്നാൽ ഈ സുബൈക്ക് കൂടെ എത്ര ആളുണ്ടാവും? അതിന് അള്ളാഹിനോടുള്ള ധിക്കാരം, അതൊരു ധിക്കാരാണ്, വലിയ ധിക്കാരാ. 5 നേരം നിസ്കരിക്കാൻ പറഞ്ഞു ജമാഅത്തായിട്ട് പുരുഷന്മാരോട്. അപ്പം നമ്മൾ നാട്ടിലില്ല ഉണ്ട്. നിങ്ങൾ സുബൈൻ്റെ മുമ്പ് ജമാഅത്തിന് മുമ്പ് പണിക്കോണോലാണോ? എനിക്കറിയില്ല, ആണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇവിടെ വേറെ എവിടെയെങ്കിലും നിസ്കരിക്കണവരാണോ? എന്നോട് ക്ഷമിക്കണം. രാത്രി ഡ്യൂട്ടിക്ക് പോകുന്നവരാണോ? എന്നോട് ക്ഷമിക്കണം. അതിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അപൂർവമായിരിക്കും. അപ്പം ഈ ബോധപൂർവം വീട്ടിൽ നിന്ന് പള്ളിക്കെത്താത്ത ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ? ഉണ്ട്. സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തവരില്ലേ? ധിക്കാരാണ്. അങ്ങനെ കുഴപ്പങ്ങൾ ഇഷ്ടം പോലെ എണ്ണാൻ പറ്റും. മൻ അസല്ലാഹ ഫിൽ അർള് ഫഖദ് അഫ്സദ ഫിൽ അർള്, അള്ളാഹിനോട് ധിക്കാരം ചെയ്തവൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയവരാണ്. എന്നിട്ട് പറയാണ്, ലിഅന്ന സ്വലാഹൽ അർളി വസ്സമാ ബിത്വാഅ, ഈ ഭൂമിയും ആകാശങ്ങളുമെല്ലാം നിലനിൽക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് കാണിക്കുന്ന അനുസരണയുടെ നിമിത്തമാണ്. ഈ ഭൂമിയും ഇതെല്ലാം നല്ല നിലയിൽ വർത്തിക്കുന്നത്. നമ്മൾ കുഴപ്പമുണ്ടാക്കുമ്പോൾ അല്ലാഹ് ഇതിനെ താളം തെറ്റിക്കും. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിൻ നാസ്, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചു കൂട്ടിയത് നിമിത്തമാണ് കടലിലും കരയിലും പ്രശ്നമുണ്ടായിട്ടുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം, ഉണരണം. ഓരോ സംഭവങ്ങളും നാട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെത്തുന്നത് വരെ കാത്തിരിക്കലല്ല, മുൻകരുതലുകൾ, അള്ളാഹുവിനോട് ചെയ്യേണ്ട കടപ്പാടുകൾ, ബാധ്യതകൾ നിർവഹിച്ച് മുൻകരുതലുകൾ ഉണ്ടാകണം. സഹജീവികളോട്, നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരോട് നമ്മുടെ മനസ്സലിയണം. അവിടെ നിൽക്കുന്ന ഈ കലശന് വേണ്ടി നിൽക്കുന്ന ഒരാളെ കാണാതെ നമ്മളാരും പോകരുത്. അള്ളാഹു അറിയും, അല്ലേ? ഹോട്ടലിൽ കയറി ഒരു ചെറിയ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എത്ര പൈസയാവും? എന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ ചായയും ഭക്ഷണമൊക്കെ കഴിക്കണില്ലേ? ഉണ്ട്. അത്യാവശ്യ സ്ഥലത്തേക്കൊക്കെ പോണില്ലേ? ഉണ്ട്. സുഹൃത്തുക്കളെ, ഒരു നല്ല തുക അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കുക. അള്ളാഹു ആപത്തിൽ നിന്ന് ഈ സഹായം നിമിത്തവും നമ്മുടെ നല്ല മനസ്സ് നിമിത്തവും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ, കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും നഷ്ടപ്പെട്ടവർ, എൻ്റെ കയ്യിൽ നിന്ന് ഉമ്മ പോയി, എൻ്റെ കയ്യിൽ നിന്ന് മോൻ പോയി, മോള് പോയി, ഗർഭിണിയായ എൻ്റെ മകൾ 9 മാസം തികയായിരുന്നു. ആ കുഞ്ഞുമായി അവൾ ഒലിച്ചു പോയി. ശരീരം പോലും കിട്ടിയില്ല. ഒന്ന് കാണണമായിരുന്നു. ഒരു വീഡിയോ ഞാൻ രാവിലെ കണ്ടു. ഒരച്ഛൻ പറയാണ്, പിന്നെ എൻ്റെ കുട്ടീനെ തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ കുട്ടിക്കൊരു ഉമ്മ വെക്കാൻ നിങ്ങൾ സമ്മതിക്കണം. ആളുകൾ പിടിച്ചു വെക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ട് പോകല്ലേ, ഇങ്ങനെ നോക്കിയാൽ മതി. അയാൾ പറയാ, എൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ ചോരയിൽ പിറന്നവളല്ലേ,
ഞാനൊരു ഉമ്മ വെക്കുന്നതിന് നിങ്ങൾ എന്തിനാ പിടിച്ചു വെക്കണത്? ദയവ് ചെയ്ത് അയാളെ ഉമ്മ വെക്കാൻ പോലും സമ്മതിക്കാത്തൊരവസ്ഥ. കാരണം ചെളിയിലൊക്കെ പൂണ്ട് പലതും ഒരുപാട് രോഗങ്ങളൊക്കെ പകരാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെയൊക്കെ മുൻകരുതലുകൾ ഉണ്ടാവും. പക്ഷെ എൻ്റെ ചോരയിൽ പറന്നവളെ ഞാനൊന്നുമ്മ വെക്കട്ടെ, എന്നെ തടുക്കല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന ഉപ്പമാർ, അച്ഛന്മാർ, അല്ലേ? ഇതൊക്കെ നമ്മൾ കാണുകയാണ്, ഇതൊക്കെ നമ്മൾ കേൾക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എത്രയോ ദൂരം ഒലിച്ചു പോയിട്ട് ഒരു കമ്പിയിൽ പിടുത്തം കെട്ടിയിട്ട് രക്ഷപ്പെടുന്ന ഒരു സഹോദരി, വായിലും കയ്യിലുമൊക്കെ മണ്ണായി രാത്രിയുടെ ഇരുട്ടിൽ ചില കുന്നുകൾ കടിച്ചു പിടിച്ച് കയറിയവർ അവരൊക്കെ ഉണ്ട്. അത് നമ്മളിവിടുന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്കതിൻ്റെ അവസ്ഥ മനസ്സിലാവില്ല. സുഹൃത്തുക്കളെ, ലോകം അവസാനിക്കുമ്പോൾ അല്ലാഹ് സൂര്യൻ്റെ പ്രകാശത്തെ കെടുത്തും. അൽ ഖാരിയ മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു വഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ ഇദാ ശംസു കുവ്വിറത് വഇദൻ നുജൂമുൻ ഖദറത്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുക, സൂര്യൻ പ്രകാശത്തെ അവസാനിപ്പിക്കുക, അല്ലേ? പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ ആ രോമങ്ങൾ പാറി നടക്കുന്ന പോലെ നടക്കുക, മനുഷ്യർ ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ ആവുക. ഒരു ഘോര ശബ്ദം, ഞങ്ങൾ ഒരു ശബ്ദം കേട്ട് ഓടി. രണ്ടാമത്തെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് എൻ്റെ ഉമ്മ പോയി എന്ന് നാളെ അൽ ഖാരിഅ, ഒരു മുട്ടിയലക്കുന്ന സൗണ്ട്. ആ കേട്ടത് വയനാടുത്തെ മനുഷ്യന്മാർ മാത്ര, മുണ്ടക്കൈയിലെ മനുഷ്യന്മാർ മാത്ര, നമ്മളാരും കേട്ടിട്ടില്ല. ഖിയാമത്ത് നാളിന്റെ മുഴക്കമുണ്ടല്ലോ, അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ലോകം മുഴുക്ക കേൾക്കും ആ സൗണ്ട്. എങ്ങോട്ട് ഓടണമെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. അതിലേക്കുള്ള സൂചനയാണ് ലോകത്ത് നടക്കുന്ന ചെറിയ ചെറിയ കുലുക്കങ്ങളും പ്രകമ്പനങ്ങളുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവേ, ആപത്തിൽ നിന്ന്, ദാരുണമായ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾക്ക് സമാധാനവും മനഃശാന്തിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അപകടത്തിൽപ്പെട്ടവർ പടച്ചവനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, അവർക്ക് നീ ആശ്വാസം കൊടുക്കണേ അല്ലാ. മരിച്ചു പോയവർക്ക് അല്ലാഹുവേ, അതിലെ ഏറ്റവും നല്ല സൂക്ഷ്മതയോടുകൂടി ജീവിച്ച കുറേ മനുഷ്യരുണ്ടാകും. പടച്ചവനെ, അവർക്ക് നീ ഷഹീദിൻ്റെ പദവി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, കുരുന്ന മക്കൾ അവർ സ്വർഗത്തിലേക്കുള്ളവരാണ്, ഉന്നത പദവി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആവശ്യത്തിന് മഴയായിട്ടുണ്ട് എന്ന്, ഇല്ലയോ ഉണ്ടോ എന്ന് കൃത്യമായി അറിയുന്നവനാണ് നീ. അല്ലാഹുവേ, ഈ നാടിൽ ഓരോ പരിസരത്തും എത്ര വെള്ളം വേണമെന്ന് നിശ്ചയിക്കുന്നവൻ നീയാണ് റബ്ബേ. അതായിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഈ മഴവെള്ളം നീക്കിക്കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനിയും ഞങ്ങളുടെ കൺമുമ്പിലൂടെ ഒരു ദുരന്തം കാണാനുള്ള ഒരവസരം തരാതെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇസ്തിഗ്ഫാർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ പാപമോചന പ്രാർത്ഥനകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ, ഞങ്ങളുടെ പൊറുക്കലിന് തേടലുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി മുതൽ അങ്ങോട്ട് വർദ്ധിപ്പിച്ച് നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി നീ തന്ന സ്വത്തിൽ നിന്ന് കൂടുതൽ അവർക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.